ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗോതമ്പ് കൊണ്ടുള്ള ഹെൽത്തി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പും ശർക്കരയും പഴവും എല്ലാം കൊണ്ട് ചേർത്ത് നല്ലൊരു ഹെൽത്തി പലഹാരം ഉണ്ടാക്കുന്നത്. കേക്കിൻ്റെ ഒക്കെ അതേ ടേസ്റ്റാണ് വരുന്നത്. ഇഡലി പാത്രത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അരിയിൽ വേവിച്ച് ഗോതമ്പ് കൊണ്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ആ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി. നിങ്ങൾക്ക് ഈ സമയം മൈദയോ എന്ത് വേണേലും എടുക്കാം. മൈദ കൊണ്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇത് ഞാനും ഗോതമ്പ് പൊടി കൊണ്ടാണ് ആവിയിൽ വേവിച്ചത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. 1 കപ്പ് ഗോതമ്പ് പൊടിക്കകത്തോട്ട് 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ. ഇത് അരയാണ്. ഒന്നിടാം, 1 പ്രാവശ്യം കൂടി ഇടാം. ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. നല്ലോണം വന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ ആവിയിൽ ഇഡലിത്തട്ടിനകത്താണ് വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്കിത് മാറ്റി വെക്കാം. ശർക്കരയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം. ശർക്കര പാനിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ലോണം ആറിയ ശേഷം വേണം നമുക്ക് ഇതെടുക്കാൻ വേണ്ടി, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു പഴം വേണം. ഞാനിങ്ങനെ ഒരു ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് മോറിസ് പഴമോ സാധാരണ ചെറിയ പഴമോ ഏത് വേണേലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. ഏത്തക്ക എടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അരിയാം. ഒരു വലിയൊരു ഏത്തക്കായാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇതിപ്പം വലിപ്പം ഉള്ളതുകൊണ്ട് ഞാൻ 1 എടുത്തു. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഏലക്ക പൊടിച്ചതാണ്. അതിനകത്തോട്ട് തന്നെ അരയ്ക്കാനാണ്. നമ്മൾ ഒരേ ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടാം, മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം ഇതിലേക്ക്. ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏലക്ക പൊടിച്ച ജാറായിരുന്നു അത് കേട്ടോ. പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചതാണ്. ഏലക്കാപ്പൊടി, ഏത്തക്കായും ശർക്കരയും ഇട്ടു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നല്ലോണം ഒന്ന് അരച്ചോണ്ട് വരാം. നല്ലോണം അരച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം അരയണം. നമ്മുടെ പൊടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബേക്കിംഗ് പൗഡറും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ മാറ്റി വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഇഴിച്ച് മിക്സ് ചെയ്യാം. നല്ലോണം നമുക്ക് ഇളക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പകുതി ശർക്കരപ്പാനി ഒഴിച്ചേ ഉള്ളൂ. ബാക്കി ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഏത്തക്കയുടെ മിക്സും ഗോതമ്പ് പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. നമുക്ക് ഇത് പോരെങ്കിൽ നമ്മൾ പാലിച്ചിരി ഒഴിക്കണം. എന്നാലെങ്കിൽ നമുക്ക് ശരിക്കും ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഒരു 1/4 കപ്പ് പാല്, ചൂടുപാലൊന്നുമല്ല, സാധാരണ പാൽ. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ബാക്കി പാലൂടെ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഇതെടുത്ത് ബിസ്ക് എടുത്ത് നല്ലോണം കുഴയ്ക്കാൻ വേണ്ടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പരുവം. കണ്ടോ, ഇതാണ് പരുവം. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ആ ശർക്കര 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കി. അതിൻ്റെ കൂടെ 1/4 കപ്പ് പാലൂടെ എടുത്തു. നമ്മുടെ ഓരോരുത്തരുടെയും പൊടിയുടെ അനുസരിച്ച് വേണം ഇതെടുക്കാനായിട്ട്. വെള്ളം വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി കശുവണ്ടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കശുവണ്ടി ചെറുതായിട്ട് ഞുറുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ തട്ട ഇതുപോലെ ചെമ്പിനകത്ത് വെള്ളം വെച്ചു. എന്നിട്ട് ഇഡലി തട്ട് ഇച്ചിരി നെയ്യോ വെളിച്ചെണ്ണയോ തൂത്തിട്ട്, ഒത്തിരി തട്ട് വെക്കണം. ഒറ്റ തട്ടയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം. അടി വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴും. അതുകൊണ്ട് ഓരോ തട്ട് വീതം ഉണ്ടാക്കി വെച്ചാൽ നമുക്കിതിലേക്ക് കുറേശ്ശെ കോരി ഒഴിക്കാം.
വെള്ളം നല്ലോണം ചൂടായ ശേഷം വേണം ഒഴിക്കാൻ. ഇങ്ങനെ കോരി ഒഴിക്കാമല്ലോ. എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒഴിച്ച്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇച്ചിരി കശുവണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. തൊണ്ടയിലും ഇല്ലേലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഇന്ന് ഇരിക്കുന്നത് ഇങ്ങനെ. കറുത്ത ശർക്കരയാണെങ്കിൽ ഒന്നുകൂടെ നിറം കിട്ടും. നല്ല ടേസ്റ്റായിട്ട് ഗോതമ്പ് കൊണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിത് അടയ്ക്കുമ്പോൾ ഞാൻ ഓയിൽ പേപ്പർ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വെള്ളം വീഴാതിരിക്കാൻ, ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി ഓയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ അടപ്പ് അടയ്ക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയാണെങ്കിലും വെച്ചാൽ മതി, വെച്ചിട്ട് അടയ്ക്കണം. അല്ലെങ്കിൽ ഈ വെള്ളം വീഴും, ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റും കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. വെന്ത കഴിഞ്ഞ ശേഷം കാണിക്കും. ഇതിപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. കണ്ടോ, ഇത് വെക്കുന്നതുകൊണ്ട് ഈ ആവി വെള്ളം ഒന്നും വീഴത്തില്ല. കണ്ടോ, നമുക്ക് ഒന്ന് ബന്ധം നോക്കാം. ചെയ്തിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഉണ്ടോ, നല്ലോണം വെന്തിട്ട് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ആറിയ ശേഷം നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഇപ്പം തന്നെ നമുക്ക് അടത്തിയെടുക്കാതെ ചൂടൊന്ന് ആറിയ ശേഷം, നല്ല ചൂടായത് ആറിയ ശേഷം നിങ്ങളെ കാണിക്കാം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട്, അത് ഞാൻ അടുപ്പിൽ വെച്ചേക്കുവാണ്. അപ്പം ആ ഒരു ഏത്തയ്ക്കായും 1 കപ്പ് പൊടിയും കൊണ്ട് 2, 4, 7, 8 എണ്ണത്തിന് 9 എണ്ണത്തിന് നമുക്ക് മാവുണ്ടായിരുന്നു. 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം, രാവിലെ കഴിക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഗോതമ്പ് പൊടി കൊണ്ടാണ്, ശർക്കരയാണ്, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളാണ് ഞാൻ എല്ലാം കാണിക്കുന്നത്. ഒത്തിരി റെസിപ്പികൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നമുക്കിതെല്ലാം അടത്തിയെടുക്കാം. ഇത് ആറിക്കഴിഞ്ഞു. കണ്ടോ, ഇത് ഇങ്ങനെ അടത്തിയെടുക്കാം കൈ കൊണ്ട് തന്നെ. കണ്ടോ, നല്ല ഗോതമ്പ് കൊണ്ടുള്ളൊരു കേക്കിൻ്റെ ഒരു ടേസ്റ്റാണിത്. ഇതെല്ലാം എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. പേപ്പർ വെച്ച് നമ്മൾ ഇത് വെക്കുന്നത് ഇതിൻ്റെ ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു തുണി കൊണ്ട് മൂടിയിട്ടാലും മതി, നല്ല കട്ടിയുള്ള തുണി കൊണ്ട്. അതിലോട്ട് ആവി വെള്ളം എല്ലാം പിടിച്ചോളൂ. ഇത് മുറിച്ച് കാണിക്കാം. പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടോ, ഇതിനകം കണ്ടോ, പഞ്ഞി പോലെ ഇരിക്കുന്നു. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും നമ്മൾ പറയത്തില്ല, ഗോതമ്പ് പൊടിയാണ്. കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.